നാട്യങ്ങൾ വികാരഭാവങ്ങളുടെ പ്രകടനമാണ്. ഭാവനാനുഭവത്വം ഭരതത്വം. അതിന് ഭാവന വേണം, അനുഭവം വേണം, മനസ്സും ശരീരവും അർപ്പിക്കണം, എങ്കിലേ രസം ഉണ്ടാവുള്ളൂ. ചേട്ടന്റെ മോളെ നൃത്തം പഠിപ്പിച്ചൊരു വലിയ നിലയിലാക്കണമെന്ന് ചേട്ടൻ ആഗ്രഹമില്ല. അതുപോലെ എന്റെ മാതാപിതാക്കൾക്കും ആഗ്രഹം ഉണ്ടാക്കിയിട്ടാ എന്റെ അമ്മ ആഗ്രഹം സാധിക്കാതെ മരിച്ചു. ഇപ്പൊ അപ്പനും വേണ്ടി ഞാൻ രാപ്പകൽ നൃത്തം പഠിച്ച് അഭ്യാസം നൃത്തം കിട്ടും. പിന്നെ കുട്ടികളല്ലേ ചേട്ടാ ഞങ്ങള് ചട്ടിയും കലയുമ്പോ തട്ടിയും കുട്ടിയും കിടക്കും. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ താളബോധമില്ലാതെ നൃത്തമാടി നിങ്ങളുടെ ഹൃദയം കീഴടക്കി കയ്യടികൾ ഏറ്റുവാങ്ങി. ഊർജ്ജസ്വരമായ ഞങ്ങളുടെ ചുവടുകൾ വേദിയിലെ ആത്മവിശ്വാസവും ഓരോ അവതരണവും ഒരാഘോഷമാക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേ ആവേശവും പുതുമയുമായി കാർമൽ ബോയ്സ് വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തുന്നു. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. എന്ത് മാറിയെന്നാ കളിയാ? എടാ പാട്ട് മാറിയെന്ന്. മിസ്റ്റർ സജിത്, ഈ പാട്ടാണോ ഞങ്ങൾ തന്നത്? സോറി ആ പെൻഡ്രൈവ് എടുത്ത് ഞാൻ മറന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യും? നിങ്ങളുള്ള ഏതേലും പാട്ടിട്. അതിങ്ങനെ ശരിയാവും? മണ്ണിന് മീതെയുള്ള എല്ലാ പാട്ടും ഡാൻസും ഈ ജഗന്നാഥന് സമമാണ്. അതെങ്ങനെ? ഇവിടെ ഒന്നിനും കളിക്കാൻ അറിയാൻ പാടില്ലല്ലോ, അതുപോലെ കളിക്കാം. എങ്കിൽ പിന്നെ ഒരു ഈശ്വര പ്രാർത്ഥന തുടങ്ങാം. തനിക്കൊരു ജെട്ടിട്ടുണ്ടോ? അതെ, ഞങ്ങൾ ഈ മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിന് പറ്റിയ പാട്ടുകളിലോ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അവന്മാർക്ക് ചേഞ്ച് വേണം. അത്ര ചേർത്ത് നമുക്ക് ചേഞ്ച് കൊടുക്കാം. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ, ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ. ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ, ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ. തിങ്കളേ പൊത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ. ജനലടിയിൽ ഈ കൺമണിയെ നോക്കരുത്, ഇന്നതിന്മാർക്ക് ചേരണം എന്നത് വിധിയുടെ വിളയാട്ടം. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ മതി.
मुझको बता दे मैं उससे मिलूंगा एक बार मिला दे यार मिला दे यार मिला दे ആ നിർത്താതെ